അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി സൈനിക താവളം ആക്രമിച്ച് ജൂത കുടിയേറ്റക്കാർ. സൈനിക വാഹനങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്ത പ്രതിഷേധക്കാർ സൈനികരെ ആക്രമിച്ചു. വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാർ ദിവസങ്ങളായി തുടരുന്ന ആക്രമം നിയന്ത്രിക്കാൻ ശ്രമിച്ച സുരക്ഷാ സേന ചിലരെ അറസ്റ്റ് ചെയ്തതിലുള്ള രോഷപ്രകടനമാണ് ഞായറാഴ്ച രാത്രി സൈനിക താവളം ആക്രമിക്കുന്നതിലേക്ക് എത്തിയത്. വെസ്റ്റ് ബാങ്കിലെ കുന്നിൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പലസ്തീൻകാരെ ആക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ തീവ്രവാദ സംഘമായ ഹിൽ ടോപ്പ് യൂത്ത് ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. രമല്ലയുടെ വടക്ക് ഭാഗത്തുള്ള സൈനിക താവളത്തിന് ചുറ്റും ഡസൻ കണക്കിന് കുടിയേറ്റക്കാർ തടിച്ചുകൂടിയതോടെ സുരക്ഷാ സേന ഗ്രനേഡുകൾ പ്രയോഗിച്ചു. ഭീകരാക്രമണം തടയാനും സുരക്ഷ നിലനിർത്താനും സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച ചിത്രങ്ങൾ, ഫോട്ടോകൾ എന്നിവ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടു. ബുധനാഴ്ച വൈകുന്നേരം വെസ്റ്റ് ബാങ്കിലെ കഫാർ മാലിക് പട്ടണത്തിൽ പ്രവേശിച്ച 100-ലധികം കുടിയേറ്റക്കാർ വസ്തുവകകൾ തീയിടുകയും തടയാൻ ശ്രമിച്ച പലസ്തീൻകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. സൈനിക ഇടപെടലിനെ തുടർന്ന് 3 പലസ്തീൻകാർ കൊല്ലപ്പെടുകയുമുണ്ടായി. സുരക്ഷാ സേന 5 ജൂത കുടിയേറ്റക്കാരെ അറസ്റ്റും ചെയ്തു. ഇതാണ് സൈന്യത്തെ ആക്രമിക്കാനുള്ള പ്രകോപനം. അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിന്റെ വിവിധ നഗരങ്ങളിൽ വൻ റാലികൾ അരങ്ങേറിയിരുന്നു. ആയിരങ്ങളാണ് റാലികളിൽ പങ്കെടുത്തത്. ഗാസയിൽ ഭക്ഷണം കിട്ടാതെ 60,000-ഓളം കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നതായും വെളിപ്പെടുത്തലുകളുണ്ടായി. നിലവിൽ മുനമ്പിൽ ഒരു കാർട്ടൺ പാൽ പോലും ലഭ്യമല്ല. ഗാസയിലെ കുട്ടികളെ പട്ടിണി കിടക്കുന്ന നയമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നതെന്നും അൽ അക്സ ആശുപത്രിയുടെ വക്താവ് ഖലീൽ അൽ ദഹ്റാൻ അൽ ജസീറയോട് പറഞ്ഞു. ഗാസ മുനമ്പിലെ ആശുപത്രികളെ ഇസ്രയേൽ ആസൂത്രിതമായി ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ ഗാസ നഗരത്തിൽ തിങ്കളാഴ്ച ഇസ്രയേൽ ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി. 80 പേർ കൊല്ലപ്പെടുകയുമുണ്ടായി. സൈന്യം നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കരയിലൂടെ കൂടുതൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.